ഇനി പൂരത്തിൻ്റെ വർണ്ണക്കാഴ്ചകളിലേക്ക്, ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക്, ഏറ്റവും സുന്ദരമായ അനുഭൂതികളിലേക്ക്, പൂരം ഒരു മഴ പോലെ പെയ്തിറങ്ങുന്ന അനുഭവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സ്ഥലികളിലേക്ക്, തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും മനോജ്ഞമായ ഒരു അധ്യായം ഇനി തെക്കേ ഗോപുര നടയുടെ മുൻപിൽ അരങ്ങേറുകയാണ്. അതിൻ്റെ ആദ്യപടിയായി പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് ആനകൾ തെക്കേ ഗോപുരനടം വഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി പാറമേക്കാവ് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ, തിടമ്പേറ്റിയ പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ആനകൾ ഇനി കോർപ്പറേഷൻ റോഡിൻ്റെ അറ്റത്തേക്ക് പോയി അവിടെ നിന്ന് ഈ ആനകൾ തിരിച്ചു വരും. പഴയകാലത്തെ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമാണ് ആ സന്ദർശനം. അവിടെ പറകൾ നിറച്ചു വെച്ചിട്ടുള്ള കുടുംബങ്ങളെ വന്ദിച്ചുകൊണ്ട് രാമവർമ്മ മഹാരാജാവിൻ്റെ പ്രതിമയെ വലം വെച്ചുകൊണ്ട് ഇനി സ്വരാജ് റൗണ്ടിലേക്ക് പാറമേക്കാവിൻ്റെ ആനകൾ 15 ആനകൾ നിരന്നു നിൽക്കും. അപ്പോഴേക്കും തിരുവമ്പാടി തെക്കേ ഗോപുര നട കഴിഞ്ഞ് പുറത്തിറങ്ങും. അതാണ് മനോഹരമായിട്ടുള്ള തെക്കോട്ടിറക്കം. തെക്കോട്ടിറക്കത്തിൻ്റെ ഏറ്റവും മനോഹാരിത ആനകൾ തെക്കേ ഗോപുര നടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ മനോഹര ദൃശ്യങ്ങളാണ്. തുമ്പിയാട്ടി, ചെവിയാട്ടി അത് പുറത്തേക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് കാണികൾ ആർപ്പ് വിളിച്ച് ഈ ആനകളെ എതിരേൽക്കുന്നു, പൂരത്തെ വരവേൽക്കുന്നു. അവർക്കറിയാം ഇതിന് മിനിറ്റുകൾക്ക് ശേഷം നിരത്തിവച്ചിരിക്കുന്ന കുടകളിലൂടെ വർണ്ണത്തിൻ്റെ കാഴ്ചകളുടെ മനോഹരമായൊരു ലോകം അവരുടെ മുമ്പിൽ തുറന്നു കിട്ടുമെന്ന് ഓരോ പൂരപ്രേമിക്കും അറിയാം. അതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇനി പൂരം പെയ്തിറങ്ങുന്നത്. തെക്കേ ഗോപുരനടയ്ക്ക് മുമ്പിൽ പാറമേക്കാവിൻ്റെ ആനകൾ നിരക്കുന്നു. ശ്രീ പത്മനാഭൻ്റെ, പാറമേക്കാവ് അമ്മയുടെ തിടമ്പേറ്റിയ ശ്രീ പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് എല്ലാ ആനകളും നിരന്നു കഴിഞ്ഞു. വാദ്യക്കാർ നടപ്പാണ്ടിയുമായി അതിൻ്റെ മുന്നിലുണ്ട്. പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷങ്ങൾക്ക് ഇനി തുടക്കമാവുകയാണ്. പാറമേക്കാവ് പത്മനാഭനോടൊപ്പം ഗുരുവായൂർ നന്ദനും പാറമേക്കാവ് രാജേന്ദ്രനുമുണ്ട്. കേരളത്തിലെ തൃശ്ശൂർ പൂരത്തിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ കാലം എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത ആനയാണ് പാറമേക്കാവ് രാജേന്ദ്രൻ. തൃശ്ശൂർ പൂരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധമായ തെക്കോട്ടിറക്കം പുരോഗമിക്കുകയാണ്. തെക്കേ ഗോപുര നട കഴിഞ്ഞ് പാറമേക്കാവിൻ്റെ ആനകൾ ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ മൈതാനത്തിലേക്ക് എത്തും. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ വർണ്ണക്കാഴ്ചകളിലേക്ക് തൃശ്ശൂർ പൂരം കടക്കുകയാണ്. കുടമാറ്റത്തിന് മുന്നോടിയായാണ് തെക്കോട്ടിറക്കം ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. പാറമേക്കാവിൻ്റെ ഗജവീരന്മാർ, തിടമ്പേറ്റിയ പത്മനാഭനടക്കമുള്ള ഗജവീരന്മാർ തെക്കോട്ടിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനുശേഷം തിരുവമ്പാടിയുടെ ആനകളും കൂടി നിരക്കുന്നതോടെ കുടമാറ്റത്തിന് വേദിയൊരുങ്ങുകയാണ്. പൂരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്.
പാറമേക്കാവിൻ്റെ ആനകൾ 15 ആനകളും ഏതാണ്ട് നിരന്നു കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് മേളത്തോടുകൂടി ഈ ആനകൾ സ്വരാജ് റൗണ്ടിലേക്കും അവിടെ നിന്ന് നേരെ കോർപ്പറേഷൻ്റെ മുൻപിലേക്കും യാത്രയാവും. പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക്. മനോഹരമായ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് പാറമേക്കാവ് പൂരത്തിൻ്റെ ആനകളും വാദ്യക്കാരും വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനടയിൽ ഇപ്പോൾ നിരന്നിരിക്കുകയാണ്. വാദ്യക്കാർ അവിടെ മേളം തുടങ്ങിക്കഴിഞ്ഞു. തിരുവമ്പാടിയുടെ മേളം സമാപിച്ചെത്തുന്നതിന് മുമ്പേ പാറമേക്കാവ് അവിടെ നിന്നും ഒരു കലാശത്തിന് ശേഷം നേരെ സ്വരാജ് റൗണ്ടിലേക്ക് പോകും. ഇവിടെ വെച്ച് തന്നെ ആദ്യത്തെ കുടകൾ മാറ്റിക്കൊണ്ട് കുടമാറ്റത്തിൻ്റെ ഒരു സൂചന പാറമേക്കാവ് നമുക്ക് നൽകിക്കഴിഞ്ഞു. ഇനി അനേകം വ്യത്യസ്തമായ ഭാവനകളുടെ പുതിയ ലോകങ്ങൾ കണ്ടെത്തുന്ന ഒരു കുടകളുടെ മത്സരമായിരിക്കും ഇനി ഉണ്ടാവുക. അതിന് മുന്നോടിയായി പാറമേക്കാവ് വിഭാഗം തെക്കേ ഗോപുരനടയിൽ നിന്ന് തന്നെ കുടകൾ മാറ്റി സ്വരാജ് റൗണ്ടിലേക്ക് ഒരു താളവട്ടത്തിന് ശേഷം അത് പതുക്കെ അവിടെ നിന്ന് സ്വരാജ് റൗണ്ടിലേക്ക് യാത്രയാവും. പൂരത്തിൻ്റെ ഏറ്റവും ചൈതന്യധന്യമായ കാഴ്ചകളിലൊന്നാണിത്. പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണിത്. പൂരപ്രേമികളെ മുഴുവൻ ആഹ്ലാദത്തിൽ ആഴ്ത്തുന്ന ഒരു ദൃശ്യമാണിത്. അതിന് തുടക്കമായി പാറമേക്കാവ് വിഭാഗം. തിരുവമ്പാടി വിഭാഗം ആനകൾ കൂടി തെക്കേ ഗോപുര നടവഴി ഇറങ്ങുമ്പോഴേ തെക്കോട്ടിറക്കം സമ്പൂർണ്ണമാവുകയുള്ളൂ. അതിന് മുന്നോടിയായി പാറമേക്കാവ് വിഭാഗം ഇതാ തെക്കേ ഗോപുരനടയിൽ അവരുടെ ഒരു താളവട്ടത്തോടുകൂടി പൂരം അവിടെ നിന്ന് ആഘോഷിക്കുന്നു. പാറമേക്കാവും തിരുവമ്പാടിയും പരസ്പരം അഭിമുഖമായി നിൽക്കുമ്പോൾ എപ്പോഴും പാറമേക്കാവിൻ്റെ സ്ഥാനം സ്വരാജ് റൗണ്ടിൻ്റെ വീതിയിലാണ്. അതുകൊണ്ട് ആവേശത്തിൻ്റെ കൊടുമുടിക്ക് കുറവൊന്നുമില്ല. എങ്കിൽ പോലും അവർക്കെന്നും സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു വലിയ ദുഃഖമുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഒരു താളവട്ടം തെക്കേ ഗോപുരനടയിൽ നിന്നുകൊണ്ട് തന്നെ പാറമേക്കാവ് വിഭാഗം കൊട്ടിത്തീർക്കുന്നത്. പാറമേക്കാവ് പത്മനാഭനും മറ്റു പറ്റ ആനകളും സ്വരാജ് റൗണ്ടിലേക്ക് പതുക്കെ യാത്രയാവുന്നു. ഏറ്റവും മനോഹരമായ പൂരത്തിൻ്റെ കാഴ്ച തെക്കേ ഗോപുരനട അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു.